മുസ്തഫ ഖമനയുടെ മറ്റൊരു വീഡിയോ കൂടി പുറത്തുവിട്ട ഇറാൻ. ഈ മാസം ഇറാൻ പുറത്തുവിടുന്ന രണ്ടാമത്തെ വീഡിയോ പുറത്തുവന്നത് മതപണ്ഡിതരുമായി പ്രാർത്ഥനയിലും ചർച്ചയിലും ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ. പഴയ ദൃശ്യങ്ങളാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഖമനൈ സുരക്ഷിതനാണ് എന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കുക ലക്ഷ്യം. യുകെയിലെ ആയുധ ഫാക്ടറികളെ തകർക്കുമെന്ന ഭീഷണിയുമായി റഷ്യ. നടപടി യുക്രൈന് സ്റ്റോം ഷാഡോ മിസൈലുകളുടെ രൂപരേഖ കൈമാറിയതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഡ്രോൺ ഫാക്ടറികൾക്കെതിരെ അർദ്ധസൈനിക സ്വഭാവമുള്ള നടപടി ഉണ്ടാകുമെന്ന് ക്രെംലിൻ ഉപദേഷ്ടാവ്. അമേരിക്ക വരെ എത്തുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ വികസിപ്പിച്ച ചൈന. ആകാശത്ത് നിന്ന് തൊടുക്കാവുന്നവ 2414 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. അമേരിക്കൻ പ്രദേശമായ ഗ്വാമിനെ ചൈനയുടെ ആക്രമണ പരിധിയിലെത്തിക്കും. ഇസ്ലാമിൽ ഹിജാബ് ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന വാദം തള്ളി പ്രധാന വിധിയുമായി അലഹബാദ് ഹൈക്കോടതി. വിശ്വാസം അപകടത്തിലാകുന്ന തരത്തിൽ ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡ്രസ് കോഡ് ലംഘിക്കാൻ ഒരു വിദ്യാർത്ഥിക്കും അനുവാദമില്ലെന്നും കോടതിയുടെ നിരീക്ഷണം. ഡീഗോ മറഡോണയുടെ ദൈവത്തിന്റെ കൈ ഗോളിലെ പന്തിന് ലേലത്തിൽ 32.61 കോടി രൂപ. ലേലം നടന്നത് അമേരിക്കയിലെ ഹെറിറ്റേജ് ഓപ്ഷനിൽ. പന്ത് പ്രശസ്തമായത് 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണം കളറാക്കാൻ അവസാനവട്ട ഒരുക്കങ്ങൾ. മാർക്കറ്റുകളിലും വസ്ത്രശാലകളിലും വൻ തിരക്ക്. നാടെങ്ങും ആഘോഷം. നൂറാം ദിവസത്തിൽ സതീശൻ സർക്കാർ. ന്യൂസ് 8 നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ നിലപാട് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാനില്ല. ഗവർണറുമായി നല്ല ബന്ധം. അടുത്ത 5 വർഷം എന്തു ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-ന് പങ്ക്. പിണറായി ഉയർത്തുന്നത് പൊതുവായ ആരോപണങ്ങൾ. യുവാക്കളുടെ ചിന്ത അത്ഭുതപ്പെടുത്തുന്നുവെന്നും VD സതീശൻ. മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പാൽ ചുരത്തിലും മണ്ണിടിച്ചിൽ. തന്റെ മക്കളിൽ ഒരാളെ വധിക്കാൻ ഇറാൻ ആസൂത്രിത ശ്രമം നടത്തിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി. ഏത് മകന് നേരെയാണ് ആക്രമണ ശ്രമം ഉണ്ടായതെന്നോ എപ്പോഴാണ് സംഭവമെന്നോ കൂടുതൽ വിവരങ്ങളില്ല. അവിശ്വസനീയമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അഭിമുഖത്തിൽ നെതന്യാഹു.